ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകളോടാണ്. സ്വന്തമായിട്ട് കഴിവുകളുണ്ടായിട്ടും ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് വേണ്ട വിധം വിനിയോഗിക്കാതെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് നേരിട്ടറിയാം. അവരുടെയൊക്കെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും കൈപ്പേറിയതാണ്. തീർച്ചയായിട്ടും മക്കളെ നോക്കണ്ട എന്നോ അല്ലെങ്കിൽ കുടുംബത്തെ നോക്കണ്ട എന്നോ എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അതിലുപരി നമ്മൾക്ക് വേണ്ടി എത്രമാത്രം ജീവിച്ചു എന്നുള്ളത് കൂടി തിരക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് പെർഫോം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് വന്നിട്ടുള്ള അവസരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാകാം. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും തുടക്കമാണ്. ഏത് നിമിഷവും നമുക്ക് തുടക്കം മാത്രമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് കൂടി വേണ്ടിയിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ കർത്തവ്യം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുക എന്ന കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതുമല്ല. നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ കഴിവിനനുസരിച്ച് പെർഫോം ചെയ്യുവാൻ, എവിടെയെങ്കിലും വെച്ച് നമ്മുടെ പഠനം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുനരുജ്ജീവിപ്പിക്കുവാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനരുജ്ജീവിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പരിപോഷിപ്പിക്കുവാൻ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പണമോ പദവിയോ പ്രശസ്തിയോ ഇതിനെയൊക്കെ സ്വായത്തമാക്കുവാൻ കൂടി നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചു, ഇപ്പോൾ എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്കൊരിക്കലും പോകേണ്ടി വരരുത്. ഞാനും പ്രവാസ ജീവിതത്തിലൊക്കെ ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കാറുണ്ട്. പലരും പറയുന്നൊരു കാര്യമാണ്, ഇവിടെ നിന്ന് കിട്ടുന്ന ഭൂരിഭാഗം പണവും നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിതം ജീവിക്കുവാൻ കഴിയുന്നില്ല. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം അണിയുവാൻ അവർക്ക് കഴിയുന്നില്ല. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആഹാരം പോലും അവർക്ക് വാങ്ങി കഴിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാവരുടെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നുമല്ല, എന്നാലും ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എത്ര മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. എന്നാൽ നമ്മുടേതായിട്ടുള്ളൊരു കർത്തവ്യം കൂടിയുണ്ട്, അത് നമുക്ക് വേണ്ടി ജീവിക്കുക കൂടി എന്നുള്ളതാണ്. തീർച്ചയായും അതിനു വേണ്ടി കൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയണം. താങ്ക് യു ഫ്രണ്ട്സ്.